അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ സൂറ യൂസുഫിലെ കുറച്ച് ജീവിത പാഠങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഈജിപ്തിൽ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയുമായിട്ട് കണ്ടുമുട്ടിയ സന്ദർഭം. അവിടെ വെച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബിന്യാമിനുമായിട്ട് വരാൻ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളും വരണ്ട എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു, അസേർട്ടീവായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കാര്യവും പറയാനുണ്ടെങ്കിൽ അവർക്കത് എതിർക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതെ ക്ലിയറായിട്ട് കാര്യം പറയാം, ദേഷ്യപ്പെടാതെയോ ഓർഡർ ചെയ്യാതെയോ. അങ്ങനെയാണെങ്കിൽ അവരത് അനുസരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളോടാണെങ്കിലും നമുക്ക് ഏറ്റവും ഭയങ്കര അധികാരഭാവത്തോടു കൂടി പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാൻ തോന്നത്തില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ തോന്നും. നമ്മൾക്കുള്ള ദേഷ്യം എല്ലാം അവരോട് തീർക്കുന്ന രീതിയിൽ പറയാനുള്ളത് വേണ്ടതും വേണ്ടാത്തതൊക്കെ കൂടെ വലിച്ചു നീട്ടി പറയും. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ അനുസരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് പറയേണ്ട കാര്യം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് സാഹചര്യത്തിനനുസരിച്ച് വലിച്ച് നീട്ടാതെ, ഓർഡർ ചെയ്യാതെ, ദേഷ്യപ്പെടാതെ കറക്റ്റായിട്ട് പറയേണ്ടത് പറയാം, മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അനുസരിക്കും. താഴെയുള്ളവരോട് അധികാര സ്വരത്തിലും വലിയവരെ നമ്മൾ പേടിക്കുകയും ചെയ്യണ്ട. നമ്മുടെ മക്കളോട് നമുക്ക് അധികാരം ഉണ്ടെന്ന് വിചാരിച്ച് അവരോട് ഓവറായിട്ട് അധികാരം കാണിക്കാനോ ഇനി നമുക്ക് മുകളിലുള്ളവരോ അമിതമായി നമുക്ക് ഭയപ്പെടുകയോ ഒന്നും വേണ്ട. ഒരു മുഅ്മിൻ ദീർഘവീക്ഷണം ഉള്ളവനാകണം. അപ്പോൾ ഈജിപ്തിലെ കാര്യങ്ങളാണെങ്കിലും ഈജിപ്തിലേക്ക് വരുമ്പോൾ അവർക്കുള്ള സാധനങ്ങളുമായാണ് അവർ വന്നത്. ഈജിപ്തിൽ എന്താണ് കുറവുള്ളത് അത് മറ്റു രാജ്യത്തിൽ നിന്നും അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൂടുതലുള്ളത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ അങ്ങോട്ടും കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരുടെ കയ്യിൽ സാധനങ്ങളില്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അത് കാരണം യൂസുഫ് നബി അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതും കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം തന്നെ മറ്റുള്ളവരിലും സംഭവിച്ചു കാണാൻ കഴിയും. ചിലപ്പോൾ അള്ളാഹു അവർക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കി കൊടുക്കും. ചില കാര്യം അല്ലേ, പലർക്കും പല പരീക്ഷണങ്ങളാണെങ്കിലും ചിലത് ഒരേപോലെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ ഈ നമ്മൾ ഖുർആനിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലും കറക്റ്റായിട്ട് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ വസ്ത്രം പോലെയാണ്. വസ്ത്രം നമ്മുടെ എല്ലാം മറക്കും. അതേപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അവരിലുള്ള കുറവുകളെല്ലാം നമ്മൾ മറച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സൂറ കഹ്ഫിൽ പറയുന്നുണ്ട്, മൂസ നിനക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എന്തറിയാം എന്നത്. മൂസ നബി ഒരാളോട് പറഞ്ഞിരുന്നു തനിക്കാണ് കൂടുതൽ അറിവുള്ളതെന്ന രീതിയിൽ. അപ്പോൾ തന്നെ അള്ളാഹു അത് കറക്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ആരെയും വില കുറച്ച് കാണാനോ ഒന്നും സാധിക്കില്ല. കാരണം അവർക്ക് എന്തറിയാം എന്നുള്ളത് നമുക്കറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. അപ്പം മൂസാ നബി ഇത്രയും അറിവുള്ളത് കാരണം അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഉടനെ അള്ളാഹു അത് കറക്റ്റ് ചെയ്തു. അപ്പം നമുക്കൊന്നും ഇത് ഡയറക്റ്റായിട്ട് ഇനി ഓരോരുത്തർക്കായിട്ട് അള്ളാഹു ഖുറാനോ വഹിയോ ഒന്നും ഇറക്കുന്നില്ല. ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ സന്ദർഭം വരുമ്പോൾ നമ്മൾ ഈ ആയത്ത് ഓർക്കണം. അത് നമുക്ക് ഓർമ്മ വരണമെങ്കിൽ നമ്മൾ ഈ ആയത്തുകളിലൂടെ സഞ്ചരിച്ചിരിക്കണം. അതുകൂടാതെ കുറച്ചൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മറന്നു പോകാതെ ഓരോ സന്ദർഭത്തിൽ ഓരോ ആയത്ത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ അള്ളാഹു കൊണ്ടുതരും. ഓരോ സന്ദർഭത്തിലും അതിനനുസരിച്ച് നമുക്കത് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഒന്നുകൊണ്ടും അഹങ്കരിക്കരുത്. അള്ളാഹുവാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും നമ്മൾ അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് തന്നത് അള്ളാഹുവാണ്. അള്ളാഹു വിചാരിക്കുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യും. യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമിനെ അത് കഴിഞ്ഞ് ബിന്യാമിൻ വന്നു കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമിനെ ചേർത്ത് പിടിച്ചു. ഇത്രയും കാലം ബിന്യാമിനും യൂസുഫ് അലൈഹിസ്സലാം ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്. ബിന്യാമിനെ ആ സംഘം കൂട്ടത്തിൽ കൂട്ടിയില്ല. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ചതിന് ശേഷം ഒരാൾ ചേർത്ത് പിടിക്കാനുണ്ടെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെയാകണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ
നമ്മൾ മറ്റുള്ളവർക്കും എപ്പോഴും എന്തിനും കൂടെ ഉണ്ടാകണം എന്നൊരു തോന്നലുണ്ടാക്കി കൊടുക്കണം. നമുക്കും എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും മറ്റുള്ളവർക്കും ആ ഒരു ഫീലിംഗ് നമ്മൾ കൊടുക്കണം. എപ്പോഴും അവർ ചെയ്തത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അത് വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാം പുറത്ത് കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ അവരുടെ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാം അവരുടെ കൂടെ നിൽക്കുന്നവരാകണം. മോഷ്ടിക്കപ്പെട്ട സാധനം ബിന്യാമിൻ്റെ അടുക്കൽ കണ്ടുകിട്ടിയപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ഇതിനു മുമ്പ് ഇവൻ്റെ സഹോദരൻ യൂസുഫ് മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല യൂസുഫ് നബി ആണെന്നുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്നും വെളിവാക്കിയില്ല, ഒളിപ്പിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് മോശപ്പെട്ട നിലപാടാണ്. കാരണം അല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവരിങ്ങനെ പറയാൻ കാരണം, ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു ആൻറ്റി യൂസുഫിനെ കിട്ടാൻ വേണ്ടി അവരുടെ ഒരു ഇഡോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഒളിപ്പിച്ചു. അവർ ആരാധിക്കുന്ന ഇത് ഒരു ബിംബം. അന്ന് അവിടെയും മോഷ്ടിക്കുന്നവരെ അവരുടെ കൂടെ അയക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ യൂസുഫ് നബിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ യൂസുഫ് നബി മനസ്സിൽ പറഞ്ഞു ഇവരെന്തൊക്കെയാണ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹുവിന് അറിയാം. അപ്പോൾ നമ്മുടെ നഫ്സിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലുണ്ടാവണം. ആരെങ്കിലും ഒന്ന് പ്രകോപിച്ചാൽ പൊട്ടിത്തെറിക്കരുത്. എൻ്റെ റബ്ബിനെല്ലാം അറിയാം എന്ന അറിവാണ് വേണ്ടത്, അല്ലേ? നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്നും കണക്ഷനില്ല. നമ്മുടെ മനസ്സിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലിരിക്കണം. നമ്മളും അള്ളാഹും തമ്മിലും മാത്രമേ ബന്ധമുള്ളൂ. എല്ലാം അള്ളാഹുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം എല്ലാ കാര്യവും ഡീൽ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. എൻ്റെ റബ്ബിനെല്ലാം അറിയാം എന്ന അറിവാണ് വേണ്ടത്. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ചുറ്റുമുള്ളവർ ആരായാലും നമ്മളാണ് ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. എൻ്റെ റബ്ബ് എന്നെ അറിഞ്ഞാൽ മതി. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നാൽ മതി. വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമും എനർജിയും എല്ലാം സേവ് ചെയ്യാനും പറ്റും. സമയവും നമുക്ക് സമാധാനം കിട്ടുകയും ചെയ്യും. മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അവരെ വിശ്വസിക്കാനോ ബോധ്യപ്പെടുത്താനോ നോക്കണ്ട. റബ്ബിലേക്ക് തിരിയുക. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെന്നെ സഹായിച്ചില്ല ഇവരെന്നെ സഹായിച്ചില്ല എന്നൊന്നും വ്യാകുലപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം റബ്ബാണ് നമ്മളെ സഹായിക്കുന്നത്. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയെല്ലാം ഉപദ്രവം ചെയ്താലും അത് നമ്മുടെ മനസ്സ് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ആ ഷെറ് നമ്മൾ ഭവിക്കുകയുള്ളൂ, ഇല്ലേ? അള്ളാഹു വിചാരിക്കാതെ മറ്റുള്ളവർക്കൊന്നും നമുക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ നോക്കട്ടെ, റബ്ബിലേക്ക് തിരിയുക. മനുഷ്യർക്ക് പല പല വീക്ക്നെസ്സസ് ഉണ്ടാവും, അല്ലേ? എല്ലാവരും എല്ലാം കൊണ്ടും നല്ലതാവണമെന്നില്ല. ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ തിരിയുകയും ചെയ്യും, നമുക്കെതിരെ തിരിയുകയും ചെയ്യും. കുറേ നാൾ ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിന്നതായിരിക്കും. ചെറിയൊരു കാര്യം മതി നേരെ തിരിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പകരം ചോദിക്കേണ്ട അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും അവരോട് പകരം ചോദിക്കാൻ നിൽക്കാതെ എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹോദരങ്ങൾ ബിന്യാമിനെ വിട്ടുതരാൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം മഅദല്ലാഹ് വീണ്ടും പറഞ്ഞു. കാരണം നമ്മളെല്ലാം കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ അത് ന്യായീകരിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ലൂസാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം നേടി. ഇതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനുള്ളതാണ്. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഇവരോട് പറഞ്ഞു ബിന്യാമിൻ ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ. കാരണം ഒരു അളവ് പാത്രം ബിന്യാമിൻ്റെ ഇതിൽ സജ്ജിയിലിട്ടിട്ട് പിന്നെ ഇവർ പോകുന്ന വഴി അത് കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്ത് ബിന്യാമിനെ അവിടെ നിർത്തണം എന്ന രീതിയിൽ അവർ ഓർഡർ ചെയ്തു. കാരണം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പണ്ട് നിലനിന്നിരുന്നത്. അപ്പോൾ ബിന്യാമിനെ ഇവിടെ നിർത്താനുള്ള ഒരു ട്രിക്ക് യൂസുഫ് നബി യൂസ് ചെയ്തതായിരുന്നു.
അപ്പോൾ അവർ വീണ്ടും വീണ്ടും കമ്പൽ ചെയ്ത് പറഞ്ഞു, ഇത് ഉപ്പ കാത്തിരിക്കുകയാണ്, നമ്മുടെ കൂടെ വിടണം. പക്ഷെ അവരങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോൾ ചില സമയത്ത് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ഇതായിട്ട് അവർ പറയുന്നത് അങ്ങനെ അനുസരിച്ച് പോകുമല്ലോ, കഷ്ടമല്ലേ എന്നോർത്തിട്ട്. പക്ഷെ അങ്ങനെയല്ല, യൂസുഫ് നബി അതിൽ ഉറച്ച് തന്നെ നിന്ന്, എന്നിട്ട് മാഅദല്ലാഹ് എന്ന് പറയുകയും ചെയ്തു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അവരെ വിഷമിപ്പിക്കാതിരിക്കാനോ വേണ്ടി നമ്മുടെ മനസ്സാക്ഷിക്ക് വിപരീതമായി, നീതിക്കെതിരായി, അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായി നമ്മുടെ മനസ്സ് മാറ്റി പ്രവർത്തിക്കരുത്. മനസ്സ് ചഞ്ചലമാകരുത്, ഉറച്ചു നിൽക്കണം, അല്ലേ? അള്ളാഹുവിന് ദുർബലരായ വിശ്വാസിയേക്കാൾ ഉറച്ച വിശ്വാസികളെയാണ് ഇഷ്ടം. നമ്മുടെ മൈൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നീതിയിൽ ഉറച്ചു നിൽക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചായുകയോ ചരിയോ ഒന്നും ചെയ്യാതെ. അതല്ലേ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. നന്മ ഉള്ള മനസ്സിലെ കുറ്റബോധം ഉണ്ടാവുള്ളൂ. അള്ളാഹു അതാണ് നോക്കുന്നത്. സഹോദരങ്ങളിൽ ഒരാൾ മാറി നിന്ന് പറഞ്ഞു, ഞാൻ ഉപ്പയുടെ അടുത്ത് വരുന്നില്ല ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ ഉപ്പ എന്തെങ്കിലും പറയുന്നത് വരെ. ആദ്യം ചെയ്ത തെറ്റിൽ ആ മനുഷ്യന് കുറ്റബോധം ഉണ്ടായി. ഇതിനു മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുതായിരുന്നപ്പോൾ ഇവർ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ അടുത്തുനിന്ന് നിർബന്ധിച്ച് കൊണ്ടുപോയി. അന്ന് അത് കഴിഞ്ഞിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഈ ഉസ്ബത്ത്, നേരത്തെ പറഞ്ഞൊരു കൂട്ടം എന്നുള്ള അതിൽ പെട്ടുപോയ ആളാണ്. അപ്പോൾ അതിലുള്ള ഒരാൾക്ക് ഈ ടൈമിൽ വീണ്ടും എന്തുണ്ടായി? കുറ്റബോധം ഉണ്ടായി. അപ്പോൾ അവരുടെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ല എന്നുള്ള അതിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ അവർക്ക് അയാൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഉപ്പായ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാറി നിന്ന ആൾക്ക് നന്നാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഉസ്ബത്തിൽ പെട്ടുപോയി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരെ നമ്മളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലേ? ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കണം. നിരന്തരമായി അവർ പറയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളറിയാതെ അവരുടെ ഇതിലേക്ക് ചാഞ്ഞു പോകും. അപ്പോൾ ദുനിയാവിനേക്കാൾ ആഖിറത്തിന് ഇമ്പോർട്ടൻ്റ് നൽകുന്നവരെ നമ്മൾ ഫോളോ ചെയ്യാം. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങൾ ബോധ്യപ്പെടുത്താൻ നന്നായി ബുദ്ധിമുട്ടണം, അല്ലേ? നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അവരോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ വേണ്ട രീതിയിൽ കയറില്ല. കാരണം എന്താണ്? ഹൃദയം മലിനപ്പെട്ടു പോയി, ആകെ കാലെങ്കിൽ മറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നല്ലതൊന്നും അതിലേക്ക് കയറില്ല. അപ്പം എപ്പോഴും ഹൃദയം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം, എന്നാലേ അതിലേക്ക് നന്മ കയറുള്ളൂ. ഒരേ സമയം ഇരുട്ടും വെളിച്ചവും ഒന്നും കൂടെ വരില്ല. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ വെളിച്ചം ഉണ്ടാവില്ല. ഒരവയവം തന്നെ ഒരുപാട് ഉപയോഗിച്ചാൽ കേടാവും. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് കണ്ണ് വെളുത്തു. കണ്ണിൻ്റെ ആരോഗ്യം കുറയുമ്പോഴാണ് വെള്ള കളർ ആവുന്നത്. അപ്പോൾ ഒരു മുഅ്മിൻ എപ്പോഴും ശുഭപ്രതീക്ഷ ഉണ്ടാകണം. യാക്കൂബ് നബി അലൈഹിസ്സലാം വിശ്വസിച്ചിരുന്നു അള്ളാഹു മക്കളെ എല്ലാം എത്തിക്കുമെന്ന്. എപ്പോഴും നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് മൈൻഡാണ് വേണ്ടത്, ശുഭപ്രതീക്ഷ. അള്ളാഹുവിന് തനിക്ക് മാനസികമായും ശാരീരികമായും നല്ല കഴിവാണെന്ന വിചാരത്തിലാണ് അഹങ്കാരം വരുന്നത്. എപ്പോൾ വേണമെങ്കിലും അതെല്ലാം പോകാം. അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ജാഹിലിയത്താണ്. അള്ളാഹു തന്ന നിയമത്തെ എപ്പോഴും ഓർക്കുക. ഇത്രയുമെല്ലാം പരീക്ഷിച്ചിട്ടും യാക്കൂബ് നബിക്കും യൂസുഫ് നബിക്കും ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. അവർ എപ്പോഴും പോസിറ്റീവായിരുന്നു, ആരെയും കുറ്റപ്പെടുത്തിയില്ല. എല്ലാം എന്തുകൊണ്ടാണ്? ഖദർ ആണെന്നുള്ള എന്നവർക്ക് അറിയാമായിരുന്നു. എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ ഓരോന്നിനും ഒരു റീസൺ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ പ്ലാനിങ് ഉണ്ടാവും. തഖ്വ, സബർ എപ്പോഴും കൈവിടാതെ നോക്കുക. അങ്ങനെ നോക്കുന്നവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല. അപ്പം നമുക്ക് ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സ് പതറാതെ, നിരാശപ്പെടാതെ, ഇത് അള്ളാഹുവിൻ്റെ ഖദറാണ്, അതാണ് ഖദർ. ആ ഒരു വിശ്വാസം നമ്മൾ എത്ര സ്ട്രോങ് ആക്കണോ അത്രയും നമുക്ക് നല്ല സമാധാനമുള്ള ലൈഫ് ഉണ്ടാവും. എന്ത് സംഭവിച്ചാലും അത് അള്ളാഹു, അത് ഖദറാണ്. അതിന് പഠിച്ചവൻ എന്തെങ്കിലും നമ്മൾ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കണ്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി, സബറോടുകൂടി,
തഖ്വയോടുകൂടി നിലകൊള്ളുക. അങ്ങനെയുള്ളവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല. ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ എന്ന് അള്ളാഹു മുഹ്സിനീങ്ങളുടെ ഇത് പ്രതിഫലം അത് പാഴാക്കുകയില്ല. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ഖദ് മന്നല്ലാഹു അലൈന. യൂസഫ് നബി എപ്പോഴും പോസിറ്റീവാണ് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട് എപ്പോഴും. വി ഹാവ് അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ഈ സൈക്കോളജിയിലെല്ലാം പറയുന്നതല്ലേ, മാക്സിമം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഇബ്ലീസ് നമ്മളെ കൊണ്ട് നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ച് നമ്മളെ നിരാശരാക്കൊണ്ടിരിക്കും. അതിനു പകരം നമുക്ക് അള്ളാഹു തന്ന നിയമത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ പേർപ്പസ്ഫുള്ളി അതെല്ലാം കണ്ട്, അതല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്ന് പറയുന്നത്. നമ്മളെല്ലാം മറന്നു കിടക്കുക. അതുകൊണ്ട് 1 by 1 നമ്മൾ മാക്സിമം എഴുതുക, അത് വീണ്ടും വീണ്ടും നോക്കുക, ഓർക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ആ പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം. ഖാല ലാ തുസ്രിബ അലൈക്കും അൽയൗം. അള്ളാഹു പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേൽ ഒരാക്ഷേപവുമില്ല. എന്ത് സമാധാനവും സന്തോഷവുമായിരിക്കും ഇത് കേൾക്കുന്ന തെറ്റ് ചെയ്തവരോട് നമ്മൾ പറയുമ്പോൾ. നമുക്ക് ഒരു നഷ്ടവുമില്ല ഇങ്ങനെ പറയാൻ ഒന്നും, അല്ലേ? നമ്മളോട് ഒരുപാട് തെറ്റ് ചെയ്തവരോട് എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മൈൻഡിന് കിട്ടുന്ന ഒരു റിലീഫ്. നമുക്ക് ഒരു വാക്ക് മതി, ഒന്നും നഷ്ടപ്പെടാനില്ല. രണ്ടുപേരുടെ മനസ്സിനും ആശ്വാസം കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഇതിങ്ങനെ അതിനെതിരായിട്ട് പറയും തോറും നമുക്കും മനസ്സിൽ ഭാരം കൂടും, അവർക്കും കൂടും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഇബിലീസിൻ്റെ ട്രിക്ക് ഫലിച്ചു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഇബിലീസിനോടാണ്. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നമ്മളെല്ലാവർക്കും പുറത്തു കൊടുത്ത് നമ്മുടെ മൈൻഡ് ക്ലീനാക്കി വെക്കുക. നമ്മുടെ കൂടെ ഉള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. തിരിച്ച് നമ്മളുടെയും, അല്ലേ, പൊതുവേ നമ്മളുടെ ഇടയിൽ കാണപ്പെടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കുറ്റങ്ങൾ എടുത്തു പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ അങ്ങനെ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ പറ്റും. അതേസമയം നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കഴിവ്, അതുകൂടാതെ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കഴിവിനെ കുറിച്ച് പറയുന്നു, നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അള്ളാഹു പലർക്കും പല കഴിവാണ് തന്നിട്ടുള്ളത്. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ വർക്ക് ചെയ്യുക. എവിടെയെങ്കിലും എത്തിക്കഴിയുമ്പോൾ ഓർക്കും ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന്. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കഴിവ് തിരിച്ചറിയണം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുണ്ടാവും. അള്ളാഹുവിന് ഒരു ഉദ്ദേശമുണ്ടാവും. അത് സാക്ഷാത്കരിക്കാതെ നമ്മൾ അലസരായും നിരാശരായും നടക്കരുത്. പ്രതീക്ഷയോടെ പ്രവർത്തിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു എയിം ഉണ്ടാകണം. എയിം ഇല്ലെങ്കിലാണ് നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ പെട്ടുപോകുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് ഏർപ്പെടുക. ഫ്രീ ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മൊബൈൽ നോക്കിയിട്ടാണെങ്കിലും ബാക്കിയുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ടൈം വെറുതെ പോകും. തെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഫ്രീ ആയിട്ടിരിക്കുന്നവരായിരിക്കും. അവർ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിനൊന്നും ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെലിബറേറ്റ്ലി നമ്മൾ എൻഗേജ്ഡ് ആക്കണം. ഒരു കാര്യം ചെയ്താൽ അടുത്ത കാര്യം. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവായിട്ട് അടുക്കാൻ പറ്റുമല്ലോ. വേറൊന്നും ഇല്ലെങ്കിൽ, വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമയം ബാക്കി ഉണ്ടാകത്തില്ല. നമ്മളോട് ആരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവർക്ക് പുറത്ത് കൊടുക്കുക. പഴയതൊന്നും പൊക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. മക്കൾ ഇത്ര അധികം തെറ്റ് ചെയ്തിട്ടും യാക്കൂബ് നബി അലൈഹിസ്സലാം പുറത്തു കൊടുത്തു. ഈ സൂറത്തിൽ എവിടെയും അവരുടെ കുറ്റമെടുത്ത് പറയുന്നതോ അങ്ങനെ പരാതി പറയുന്നതോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളൊന്നും അള്ളാഹു വെളിപ്പെടുത്തുന്നില്ലല്ലോ. എന്തെല്ലാം നമ്മൾ രഹസ്യമായിട്ടാണെങ്കിലും മറ്റുള്ളവരറിയാതെ അവരുടെ കുറ്റം അതൊന്നും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നില്ലല്ലോ. നമ്മളത് പുറത്തേക്ക് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട്
എന്ത് സോറി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം എന്താണ് ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യുക. അള്ളാഹുവിനോട് സംസാരിക്കുക. എന്ത് വിപത്ത്, പരീക്ഷണം എന്ത് വന്നാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഖദറിൽ വിശ്വസിക്കുക. നന്മ വരുമ്പോൾ അഹങ്കരിക്കാതെ നന്ദിയുള്ളവരാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിലും ഖുർആനിലെ ചരിത്രത്തിലുണ്ടായ വാക്കുകൾ ഓർത്ത് പ്രവർത്തിച്ച് ക്ഷമിച്ചു സഹിച്ചു വരമേൽപ്പിച്ചു. അപ്പം നമുക്ക് ഇതിൽ നിന്നെല്ലാം നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലംസിനും എങ്ങനെ അത് ഡീല് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഖുർആൻ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് വഴി അതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള ഒരു മാർഗം കിട്ടും. അതേപോലെയാണ് റസൂൽ എങ്ങനെയാണ് ഓരോ സന്ദർഭത്തിലും റസൂലിനുണ്ടായ ഓരോ പ്രശ്നത്തിനും ഓരോ സമയത്തും അള്ളാഹു എന്ത് ചെയ്ത് ഖുർആൻ ആയത്തുകൾ ഇറക്കി. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതിനു മുമ്പ് അവരിങ്ങനെയായിരുന്നു, ഇവരിങ്ങനെയായിരുന്നു, അതേപോലെ നീയും ക്ഷമിക്കണം, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, നിന്നോടൊപ്പം ഉണ്ട്, അള്ളാഹു നമ്മളെ സഹായിക്കും എന്നെല്ലാം പറഞ്ഞ് സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഈ ഖുർആൻ നമ്മുടെ ഒരു ഗൈഡാണ്. നമുക്ക് എല്ലാത്തിനും ഉള്ള വഴി അതിലുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് യൂസ് ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.